ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഗ്യാസ് മാസ്റ്ററിംഗ് ആണ്. അതും ഭാരത് ഗ്യാസിൻ്റെ മാസ്റ്ററിങ്ങിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഭാരത് ഗ്യാസിൻ്റെ സെൻറ്ററുകളിൽ പോയിട്ടും ഓൺലൈനായിട്ടും നമുക്ക് ചെയ്യാം. പക്ഷേ അവിടങ്ങളെല്ലാം ഇപ്പം എല്ലാവരും മാസ്റ്ററിങ് ചെയ്യാൻ എത്തുന്നത് കൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ഫോൺ വഴി 1 മിനിറ്റ് സമയം ചിലവാക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ സാധാ ഒരു വാട്സപ്പും ഒരു മൊബൈൽ നമ്പർ അടിക്കാനോ അറിയുന്ന ഒരു ഫോണിൽ ഒരു ഫോട്ടോ എടുക്കാൻ അറിയുന്ന ആർക്കും തന്നെ ഫോണിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കും എന്തെല്ലോ കാര്യങ്ങൾ അടിച്ചു കൊടുക്കണം, അതൊന്നും നമുക്കറിയില്ലല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു കാര്യം അടിക്കേണ്ടിയില്ല. നമ്മളെ ഫോൺ നമ്പറും OTP മാത്രം അടിച്ചാൽ മതി. 2 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്താൽ മതി. വളരെ എളുപ്പമാണ്. ഇത് ചെയ്യാൻ ഗ്യാസ് ബുക്കിൻ്റെ ആവശ്യമോ ആധാർ കാർഡിൻ്റെ ആവശ്യമോ ഒന്നുമില്ല. ആരെ പേരിലാണോ ഗ്യാസ് അവരെ മുഖമാണ് എടുക്കുന്നത്, അവരെ മുഖമാണ്. അവരും വേണം അടുത്ത് അവർ ഗ്യാസുമായി ബന്ധപ്പെട്ട ഫോണും വേണം. ഇത്രയും 2 സാധനമേ വേണ്ടു ചെയ്യാൻ. പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് നിന്ന് ചെയ്യുക. വീട്ടിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞ ശേഷം റെഡിയായോ ഇല്ലയോ എന്നൊരു സംശയമുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫീസിൽ വിളിച്ച് നമ്മുടെ കൺസ്യൂമർ നമ്പർ പറഞ്ഞു കൊടുത്താൽ അവർ പറഞ്ഞു തരും. മാസ്റ്ററിങ് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു സ്മാർട്ട് ഫോൺ എടുത്തിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓണാക്കി അതിൽ ഫേസ് RD ആപ്പ് എന്ന് പറഞ്ഞത് ഇൻസ്റ്റാൾ ചെയ്യണം. ഫേസ് RD എന്ന് പറഞ്ഞ ആപ്പ് അടിക്കുമ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് മാസ്റ്ററിങ് ചെയ്യാൻ പറ്റില്ല. ഇത് കിട്ടുന്ന ഏത് ഫോണിൽ നിന്നും മാസ്റ്ററിങ് ചെയ്യാം. ഫേസ് RD ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിടുക. അധികം അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇൻസ്റ്റാൾ ചെയ്ത് ഇട്ടാൽ മാത്രം മതി. ഫേസ് RDൻ്റെ സ്പെല്ലിംഗ് സൈഡ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായി നമുക്ക് പിന്നെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായി പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ നമുക്ക് വേണ്ട ആപ്പ് ഹലോ BPCL എന്ന് പറഞ്ഞ ആപ്പാണ്. അത് നമ്മൾ പകുതി അടിക്കുമ്പോൾ തന്നെ താഴെ വന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഹലോ BPCL എന്നും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ടൈപ്പ് ചെയ്യാൻ മനസ്സിലാവാത്തവർ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനിട്ടിട്ടുണ്ട്. ഇതിലാണ് നമുക്ക് ടൈപ്പെല്ലാം ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്താൽ നമ്മൾ അതിലേക്ക് പോയി ഇവിടെ കാണുന്ന ഭാരത് ഗ്യാസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം സ്കിപ്പ് എന്നാണെന്നില്ലേ, സ്കിപ്പ് എന്നുള്ള ഈ ഏറോയിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ സ്കിപ്പ് വന്ന് ആ ഏറോയിൽ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. പിന്നെ നമ്മൾ അടിക്കേണ്ട ആരെ മാസ്റ്ററിങ് ആണോ ചെയ്യുന്നത് അവരെ ഗ്യാസുമായി ബന്ധപ്പെടുത്തിയ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ OTP കൊടുക്കാനാണ് വരിക. നമ്മൾ ഏത് നമ്പറാണോ കൊടുത്തത് അതിലേക്കാണ് OTP വരിക. അതിൽ നിന്ന് നമ്മൾ OTP എടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം താഴെ കാണുന്ന ബൈ സൈനിങ് ആപ്പ് ഐ അക്സെപ്റ്റ് ദ BPCL എന്ന കോളം ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ന്യൂ MPIN. അതാണ് നമ്മൾ എന്തിനും പാസ്വേഡ് ഇടുന്നതിൻ്റെ കൂടെ ഒരു 4 എണ്ണം നമ്മൾ ഇതിൽ കൊടുക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കൊടുക്കാം. ഞാൻ ഇവിടെ 7890 എന്നതാണ് കൊടുത്തത്. താഴെ അതേപോലെ തന്നെ അത് കൺഫേം ആക്കി ഒന്നും കൂടി MPIN കൊടുക്കുന്നു. ഡൺ അടിക്കുന്നു. പിന്നെ MPIN ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ഇവിടെ കൊടുക്കുന്നു. ഞാൻ 7890 ആണ് കൊടുത്തത്. അതന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾ കൊടുത്തത് നിങ്ങൾ കൊടുക്കുക. ശേഷം നമ്മൾ വരുന്ന സ്ക്രീൻ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ താഴെയായിട്ട് ഞാൻ ടിക്ക് കൊടുത്തിട്ടുണ്ട്. വ്യൂ മോറിൽ ക്ലിക്ക് ചെയ്താൽ EKYC എന്ന് പറഞ്ഞ ഇതിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ കൊടുത്ത ആളുടെ പേരും അവരുടെ ഗ്യാസ് കൺസ്യൂമർ ID ഇവിടെ വരുന്നതായിരിക്കും. ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതല്ല, ഓട്ടോമാറ്റിക്കായി അവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന്
നമ്മൾ അത് റെഡിയല്ലേ എന്ന് നോക്കിയാൽ മതി. ഇപ്പം മുബീന അബ്ദുൽ ജലീൽ കൺസ്യൂമർ നമ്പർ ഒക്കെ കാണുന്നത് അതുപോലെ ക്ലിയർ ആണെന്ന് നോക്കിയാൽ മതി. ഇനി നമ്മൾ കംപ്ലീറ്റ് EKYC ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആരുടെ ഫോണിലാണോ ചെയ്യുന്നത് അതിലേക്ക് OTP വരും. നമ്മുടെ ഫോണിലേക്കാണെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ OTP വെരിഫിക്കേഷൻ വരും. പ്രൊസീഡ് എന്നുള്ളിടത്തിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ബൈ ക്ലിക്ക് എന്നുള്ളിടത്തിൽ ക്ലിക്കാക്കി കൊടുക്കുക. താഴെ ഇപ്പം നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഇതിലേക്കാണ് വരിക. അതിൽ നമ്മൾ റൗണ്ടിൽ നമ്മളെ ഫേസ് കറക്റ്റ് വരുന്ന രീതിയിൽ വെക്കുക. അപ്പോൾ ആ റെഡുള്ള റൗണ്ടിന് ചുറ്റും ഗ്രീൻ കളറായി വരും. അപ്പോൾ നമ്മൾ ഒന്ന് കണ്ണ് ചിമ്മി തുറക്കുക. അപ്പോൾ നമ്മളെ ഫോണിൽ സക്സസ്ഫുള്ളി അപ്ഡേറ്റ് സ്റ്റാറ്റസ് EKYC സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് വരും. ഇതോടെ നമ്മളെ മാസ്റ്ററിങ് റെഡിയായി. ഇനി നമ്മൾ അടുത്ത ആളത് പിന്നെയും ചെയ്യാനുണ്ടെങ്കിൽ ബാക്ക് ടു ഡാഷ്ബോർഡിൽ പോവുക. അടുത്ത ആൾ ചെയ്യാനില്ലെങ്കിലും ഉണ്ടായാലും ഡാഷ്ബോർഡ് പോവുക. അവിടെ കാണുന്ന ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സൈൻ ഔട്ട് എന്ന് പറഞ്ഞ ഇത് വരും. ആ സൈൻ ഔട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്കിങ്ങനെ നമ്പർ അടിക്കാനുള്ള സ്ക്രീനാണ് വരിക. അടുത്ത ആളെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നമ്പർ അടിച്ച് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. രാത്രിയോ ഇന്ന് രാവിലെയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് സൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മാത്രം ഉപകാരപ്പെട്ടാൽ പോരാതെ ബാക്കിയുള്ളവർക്കെല്ലാം ഉപകാരപ്രദമാകണ്ടേ. അപ്പോൾ നിങ്ങളെല്ലാം നിങ്ങളുടെ അടുത്തുള്ള കോണ്ടാക്റ്റിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിത് പറഞ്ഞ് നമ്മളിനി അടുത്ത ബ്ലോഗുമായി വരുന്നതാണ്. ബൈ ബൈ.